എന്റെ ആദ്യത്തെ സിനിമയാണ് ചിദംബരത്തിന്റെ ഒപ്പം. ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചത് ഗണുവല്ല, പക്ഷെ പറഞ്ഞു വിട്ടത് ഗണുവാണ്. ചിതുവും ജിത്തുവും കൂടെയാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര കേട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓൺ ദ സ്പോട്ട് യെസ് പറഞ്ഞ ക്യാരക്ടറാണ് അത്. വന്ന് സിനിമയുടെ ഷൂട്ടിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഷോട്ട് മുതൽ ഈ ഭയങ്കര ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തം ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ സിനിമയില് ടെക്നിക്കൽ ക്രൂ എല്ലാം ഗംഭീരമാണ്. കിടിലൻ ഡയറക്ടർ, റൈറ്റർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഗംഭീരമാവുന്ന സമയത്ത് അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനും ഭയങ്കര അനുഗ്രഹമാണ്. ഭയങ്കര ഒരു എന്താ പറയാ സൗകര്യമാണ്. നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല ടീമിനാണ് പറ്റുക. അങ്ങനെ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെറുതെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ കഥ കേട്ടപ്പോ എന്റെ ക്യാരക്ടർ ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ഒരു ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എന്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിലെ ഏത് ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവർ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിലല്ലല്ലോ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഗ്രേ ഏരിയാസ് ഉണ്ടാവും, നമ്മുടെ വൾനറബിലിറ്റീസ് ഉണ്ടാവും. അത് ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഓരോ ക്യാരക്ടറിന്റെയും അത് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ അത് ഫീൽ ചെയ്തിരുന്നു. അപ്പോ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു. ഇവർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോ ഏതൊരു ആക്ടറാണെങ്കിലും അയാൾക്ക് അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഞാൻ വന്നു എന്ന് പറയുന്നതും, അത് എന്റെ അടുത്തേക്ക് ഇവര് എത്തി എന്ന് പറയുന്നതും, എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഭാഗ്യവുമാണ്. അതെന്നുവെച്ചാല് ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അത് എന്റെ പെട്ടെന്നുള്ളൊരു രൂപവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലായിരിക്കില്ല ചിലപ്പോ സാധാരണ ആൾക്കാർ ആദ്യം ഫസ്റ്റ് തോട്ടില് വിളിക്കുക. പക്ഷെ ഇതിലെനിക്ക് ഇവര് വിളിച്ചപ്പോ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ക്യാരക്ടർ. ഇതിന്റെ രൂപമൊന്നും അന്ന് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെയാണ് അത് തീരുമാനമാക്കിയത്. പക്ഷെ ക്യാരക്ടർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്കായി. അതായത് ഈ അത് ചിലപ്പോ ഈ പടത്തിൽ ഞാനത് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, പക്ഷെ എന്റെ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ എനിക്കും ഈ ഇപ്പൊ ഇവന്റെ പ്രായത്തില് ഇവനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും എന്റെ മോൻ. അവനേക്കാളും ഒരു സിനാനേക്കാളും ഒരു 2-3 വയസ്സ് 3-4 വയസ്സ് താഴെയായിരിക്കും എന്റെ മോള്. അപ്പോ എനിക്കത് മനസ്സിലാവും പല കാര്യങ്ങളും. എന്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അവരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ജീവിതാനുഭവം എനിക്കായിട്ടുണ്ടാവും. അതിന്റെ ആയിരിക്കാം. പിന്നെ ഞങ്ങള് എന്റെ സിനിമകൾ കണ്ടിട്ട് മാത്രം ആയിരിക്കണമെന്നില്ല, ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പൊ ചിതുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണെങ്കിലും കുറെ നാളായിട്ട് പരിചയമുണ്ട്. അതുപോലെ വേണുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്. ജിത്തു പണ്ട് ഗപ്പിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, മറഡോണയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ ജിത്തുവിനും അറിയാം. അപ്പൊ ചിലപ്പോ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു. പക്ഷെ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാനായിട്ട് ഒരു ധൈര്യം കൊടുക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലിന്റെ കൂടെ ഉള്ള അഭിനയിച്ചപ്പോൾ? കാരണം ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഒറ്റ ടേക്ക് ഫസ്റ്റ് ടേക്കിലൊക്കെ റെഡിയാക്കിയ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഈ ഒരു ഏജില് ഇതേപോലെ ഇന്റർവ്യൂ കണ്ട ഞാൻ നേരിട്ട് കണ്ടല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ സീസൺഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഷോട്ടിന്റെ സമയത്തൊക്കെ റെഡി സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുലർച്ചയ്ക്കൊക്കെയാണ് നമ്മള് നൈറ്റ് ഷൂട്ടുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്ന സീനുകൾ പോലെ നൈറ്റൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് രാത്രി ഉറക്കം കളയേണ്ട കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറക്കം കളയുന്നത്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ഒരു ഈ പ്രായത്തിൽ തന്നെ ഇത്തരം വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അഭിനയിക്കേണ്ടായിരുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് കുറെ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയായിരുന്നു. ബോട്ടിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറെ കഥയൊക്കെ പറയും. ഇവന്റെ വീട്ടിലെ കഥയും പറയും, ഞാൻ എന്റെ വീട്ടിലെ കഥയും പറയും. അങ്ങനെ ഞങ്ങൾക്ക് കുറെ സമയം കിട്ടിയായിരുന്നു. സിനാനായിട്ടാണെങ്കിലും
സിനാൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനാൻ അപ്പൊ ആ സമയത്തെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സിനാനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ ആ ക്യാരക്ടറിന്റെ ഇന്നസെൻസ് ആണ് പ്ലേ ചെയ്തിരുന്നതെങ്കിൽ സിനാൻ വരുന്ന സമയത്ത് സിനാൻ അതിന്റെ ഇന്റൻസിറ്റി, ആ ബാലന്റെ ഇന്റൻസിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ വളർന്നതിന് ശേഷമുള്ളത് അത് സിനാനായിരുന്നു. അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് നമുക്കുണ്ടായിരുന്ന മാനസികാവസ്ഥയും നമുക്കുണ്ടായിരുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എന്തായിരുന്നു നമുക്ക് നല്ല ധാരണയുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവര് ഇത്രയും നല്ല പെർഫോമൻസ് ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. ഇത് ഈ ഫർസാനിയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല. അതുപോലെ അമ്മൂമ്മയുടെ ആണെങ്കിലും വൻ പൊളി ക്യാരക്ടറായിരുന്നു. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്, ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അത് പക്ഷെ എനിക്ക് അത് കാണാനും പറ്റിയില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നു ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ട്, പൊള്ളിച്ചിട്ടുണ്ട്, ഇത് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജീനൊക്കെ ഞങ്ങൾക്ക് കുറെ നാളായിട്ട് അറിയണതും ജീന്റെ മുമ്പത്തെ ഇപ്പൊ മഞ്ഞുമല്ലയാണെങ്കിലും ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇതിലെ ക്യാരക്ടർ പവിത്ര എന്നുള്ള ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ധാരാ എന്നുള്ള കാര്യം നമുക്ക് കൊതിയുണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് കേൾക്കുന്ന സമയത്ത്. അപ്പൊ അത് ജീനാണെന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് കിട്ടി. ആ കഥ പറയുമ്പോ തന്നെ എനിക്ക് കിട്ടി. അത് ഞാൻ ഇന്നാവുന്നതിന് മുമ്പ് ജീൻ ഇന്നായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ഗിരീഷ് ഷെഡ്ഡി ആണെങ്കിലും എല്ലാവരുടെയും ഇപ്പം ഗണപതി വെറുതെ ഇരുത്തിക്കൊണ്ട് പറയണതല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു സിനിമയില്. ഞാൻ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഗണപതിയാണല്ലോ ഫസ്റ്റ് ഇങ്ങനെ ഇവർ ഒരുമിച്ചാണല്ലോ തീരുമാനിക്കണം. അങ്ങനെ ഒരു തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പൊ ഒരു ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്ന് ഭയങ്കര എക്സാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ ഈ സിനിമയിലെ ഓരോ കാസ്റ്റിംഗും. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പടം കഴിഞ്ഞ് വിളിച്ചിട്ട് അവൻ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവന് പടവും ഭയങ്കര ഇഷ്ടമായി, എന്റെ പെർഫോമൻസും ഭയങ്കര അവന് ഭയങ്കരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നൊക്കെ അവനും പറഞ്ഞു. അത് ഭയങ്കര അടിപൊളിയാണ്, സന്തോഷമാണ്. അത് നമുക്ക് ഈ ക്യാരക്ടറിന്റെ നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഒരു നല്ലപോലെ അത് നമ്മൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്നു. മറ്റേ ഡെയിലി ഒരു ബിരിയാണിയും കഴിക്കുന്ന നല്ലപോലെ കള്ളും കുടിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വയറിന്റെ കാര്യമൊക്കെ അങ്ങനെ ചിന്തിച്ചത്. അത് പ്രോസ്തറ്റിക് ആണ് ആ വയറ്. പക്ഷെ ഞാൻ അങ്ങനെ ഫുൾ ഫിറ്റ്നസിലൊക്കെ ഇരുന്ന് ചിസൽഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ വരുന്ന മാമേനെ കെട്ടിവെച്ച പോലെ ഇരിക്കുകയുള്ളൂ. അത് ഒട്ടും സെറ്റാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്ത് കവളൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇത് ബാലനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ബാലനില് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ശരീരം കുറച്ചൊന്ന് വർക്കൗട്ടും ചെയ്തില്ല, ഒന്ന് ലൂസ് ആവണമായിരുന്നു ശരീരം. പിന്നെ അപ്പൊ അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിലൊക്കെ അതിന്റെ നമുക്ക് അത് ഗുണം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇയാള് അത്ര കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ അത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ആളായിരിക്കും. അപ്പൊ അയാളുടെ നടത്തത്തിലൊക്കെ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും, അയാളുടെ ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഭയങ്കര ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടല്ലെങ്കിൽ പോലും നമ്മളവിടെ നമ്മളുടെ സൗഹൃദ സംഭാഷണങ്ങളുടെ ഇടയ്ക്ക് അബ്ബാസ് എന്നുള്ള ക്യാരക്ടർ അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡിസ്കഷനിൽ വന്നിരുന്നു. അത് ചിദംബരമായിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അയാൾക്ക് കുറച്ചും കൂടെ ഒരു പ്രായം ഒന്ന് കുറച്ചും കൂടെ കൂടുന്ന ഇവരിൽ നിന്ന് വളർന്ന് അവിടേക്ക് എത്തുന്നവരെയുള്ള ആ മാറ്റത്തിനിടയ്ക്ക് ഞങ്ങള് വയനാട് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മംഗലാപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് ഞാനൊരു അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു 2 ദിവസം ഒന്നൊരു 48 hours ഫാസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ആ കവളക്കൊന്നു പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ട് കവളക്കൊന്ന് ചെറുതാവുമല്ലോ. അപ്പൊ അങ്ങനെയും അതിന്റെ ഇടയ്ക്ക് ചെയ്ത് അതും എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ വിസിബിൾ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് എണ്ണി പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിലും അത് സട്ടിലായിട്ട് അതിന്റെ ഒരു സബ് ലെയർ ആയിട്ട് കിടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ വേറെ അങ്ങനെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിന്തിക്കുക. ഞാൻ കുറെ ചിന്തിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എപ്പോഴാണ് എന്റെ ഷൂട്ട്, എപ്പോഴാണ് ഞാൻ വരണ്ടേ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നോർമലി നമ്മൾ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സ്റ്റബേൺ ആയിരിക്കും, മെന്റലി ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഒരു സൈക്കോ ക്യാരക്ടർ അല്ല ലോലന്മാരാണ്, പക്ഷെ ബിരിയാണിയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാനൊക്കെ വലിയൊരു മെന്റൽ സ്ട്രെങ്ത് വേണ്ട. അപ്പൊ സൈക്കോകൾ അധികവും ഇതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ സൈക്കോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്.
അപ്പൊ ഒക്കെ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരാണോ സൈക്കോളായിട്ട് മാറുന്നത്? അതെ, അതോ ലോലന്മാരധികം നമ്മൾ സൈക്കോകളായിട്ട് കാണാറില്ലല്ലോ. പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. കൂട്ടത്തിൽ കുറേണൊക്കെ ഉണ്ട്. അധികം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടനെ എന്ന ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റുക, ഒരു പെർഫെക്റ്റ് സൈക്കോ. ഓക്കെ, വഴിയുണ്ടാക്കാം. ഞാൻ എന്റെ ശരിക്കുള്ള സൈക്കോത്തരം പുറത്ത് കാണിക്കാതെ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. വരും നല്ല. അതിപ്പോ ക്യാരക്ടേഴ്സ് വരണ്ടേ? അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ ഇതിൽ സൈക്കോ ആയിട്ട് അഭിനയിക്കട്ടെ എന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ സൈക്കോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു ഒരു ടിപ്പിക്കൽ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണില്ലേ? അത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല്, ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോനെ നമുക്ക് സൈക്കോ ആണെന്ന് മനസ്സിലാവില്ല. ഹിഡൻ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇറങ്ങി ഇറന്നിട്ട് അല്ല ആ സൈക്കോ പിടിച്ചോ, ഈ സൈക്കോ അങ്ങനെ എല്ലാത്തിനും പിടിച്ചാ പോരെ. ഓക്കെ, അപ്പം ചിദംബരം സർ നെക്സ്റ്റ് മൂവി എടുക്കുന്ന ടൈമില് എനിക്കൊരു സൈക്കോ ക്യാരക്ടർ തരും. അല്ല, അതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അല്ല, അത് സിനിമനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കും. ഇപ്പോഴത്തെ ബജറ്റിൽ അങ്ങനെ ഒരു ഫിലിം സിറ്റി ശ്രീ JC ഡാനിയലിന്റെ പേരിൽ ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഈ സിനിമയിൽ ഉള്ള നമ്മളെല്ലാരും സിനിമ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അത് ഞങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവർ മാത്രമല്ല, എന്റെ പിറകിലുള്ള ഒരുപാട് പേരുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയാണ്, അതൊരു പരിഗണനയാണ്. ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാധ്യമത്തിന് ഇപ്പോ ഇങ്ങനെ ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ച് അതിന് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം വരുന്നത് അത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. അത് വലിയ മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.